മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലം കൈയായിരുന്നു എം.ആർ. അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർ എന്ന വാദങ്ങളും തർക്കങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പിണറായി വിജയന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP ആയിരുന്നു എം.ആർ. അജിത് കുമാർ എന്നാണ് അന്ന് വ്യാപകമായി ആരോപിക്കപ്പെട്ടത്. രക്ഷാപ്രവർത്തനം, അതുപോലെ തന്നെ AD തോമസ് MLA ഉൾപ്പെടെയുള്ളവരെ ആലപ്പുഴയിൽ വെച്ച് തല്ലിച്ചതച്ച കേസിലൊക്കെ തന്നെ വ്യക്തമായി ഇടപെട്ട് കേസ് ഡയറി തിരുത്താൻ DYSPയോടുമൊക്കെ ആവശ്യപ്പെട്ടതായുള്ള ആരോപണങ്ങളും എം.ആർ. അജിത് കുമാറിനെതിരെ ഏതാനും ദിവസം മുൻപാണ് ഉയർന്നു വന്നത്. ഇത്തരത്തിൽ CPM പ്രവർത്തകരെയും അതുപോലെ കേസിൽ ഉൾപ്പെട്ട പോലീസുകാരെയും ഗൺമാന്മാരെയും ഒക്കെ രക്ഷിക്കാൻ അജിത് കുമാർ തന്റെ പേരൂർക്കടയിലുള്ള ഓഫീസിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കേസ് ഡയറിയിൽ തിരിമറി നടത്തി എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അവർ അന്വേഷണം തുടരുകയാണ്. ഈ വിഷയത്തിൽ എം.ആർ. അജിത് കുമാറിനെതിരെ എന്തെങ്കിലും ഒരു നേരിയ തെളിവോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ കടുത്ത നടപടി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാവും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് ഒരു കാരണവശാലും ഒരു ദയാദാക്ഷിണ്യവും എം.ആർ. അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ UDF സർക്കാർ സ്വീകരിക്കില്ല എന്ന് ഉറപ്പാവുകയാണ്. രാഷ്ട്രീയമായി മാത്രം പോലീസ് സേനയെ മാറ്റുന്നതിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കും CPMകാർക്കും പഴയ മുഖ്യമന്ത്രിക്കും വേണ്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു പോലീസ് ഓഫീസറാണ് എം.ആർ. അജിത് കുമാർ എന്ന ആരോപണം നേരത്തെ നിലനിന്നിരുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാത്രമല്ല, മാധ്യമപ്രവർത്തകരെ അടക്കം കേസിൽ കുടുക്കുന്നതിനും പിണറായി വിജയൻ സർക്കാരിനെതിരെയോ LDF സർക്കാരിനെതിരെയോ എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ ഏതൊരു മാധ്യമ പ്രവർത്തകർക്കും എതിരെ കേസെടുക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതിൽ എല്ലാം മുന്നിൽ നിന്ന് നയിച്ചത് എം.ആർ. അജിത് കുമാറും P. ശശി എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാണ് എന്നുള്ള പരാതിയാണ് അന്നുയർന്നത്. അതിനുശേഷമാണ് ഈ രക്ഷാപ്രവർത്തനവും ബാറ്റൺ കൊണ്ട് ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന രംഗമൊക്കെ ഉണ്ടായത്. ഇത് വലിയ വിഷയമാവുകയും വിവാദമാവുകയും കേസാവുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ വളരെ ലഘുവായ ഒരു അന്വേഷണമാണ് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയത്. മാത്രമല്ല, എം.ആർ. അജിത് കുമാർ ഇടപെട്ട് കേസ് ഡയറിയും അതിന്റെ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ തിരുത്തുകയും ചെയ്തു. അതേക്കുറിച്ചാണ് ഇപ്പോൾ SIT കൂടുതൽ അന്വേഷിക്കുന്നത്. ഇദ്ദേഹം എന്നാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത്, എന്താണ് അവരോട് ആവശ്യപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥരോടടക്കം ചോദിച്ച് കൃത്യമായി രേഖപ്പെടുത്തും. തുടർന്ന് എം.ആർ. അജിത് കുമാറിനെതിരെ ശക്തമായ വകുപ്പ് തല നടപടിയും ക്രിമിനൽ നടപടിയും ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരു തരത്തിലും എം.ആർ. അജിത് കുമാർ രക്ഷപ്പെട്ടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പല മാധ്യമങ്ങളും ഇദ്ദേഹത്തിന് എതിരെയാണ് ഇപ്പോൾ വാർത്തകൾ ചെയ്യുന്നത്. കാരണം അദ്ദേഹം അത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ അടക്കം ക്രൂരമായി പീഡിപ്പിക്കുന്ന പല നിലപാടുകളും പിണറായി വിജയന് വേണ്ടി സ്വീകരിച്ച വ്യക്തി കൂടിയാണ്. ഇത്തരത്തിൽ കൃത്യനിർവഹണം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള തന്റെ ചുമതല മറന്നുകൊണ്ട് വെറും രാഷ്ട്രീയക്കാരനായി മാറിയ വ്യക്തിയാണ് അജിത് കുമാർ എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, തിരുവനന്തപുരത്ത് കവടിയാറിൽ ഇദ്ദേഹം ഒരു ഗംഭീര ബംഗ്ലാവ് പണിയുന്നതുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് അനധികൃത സ്വത്ത് സമ്പാദനമുണ്ട്. ഇദ്ദേഹം പാർട്ടിക്കാരിൽ നിന്നും അതുപോലെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്നൊക്കെ തന്നെ കൈക്കൂലി വാങ്ങിയാണ് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് എന്നുള്ള ആരോപണവും ശക്തമായിട്ട് അന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശക്തമായ നടപടി ഈ വ്യക്തിക്കെതിരെ, എം.ആർ. അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർക്കെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതിനുവേണ്ട അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കേസ് പൂർണ്ണമായി അട്ടിമറിച്ചത് ഇയാളുടെ തന്നെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പലരും ചേർന്നാണ് എന്നുള്ള സൂചനകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്.